to God. Dear my brothers and sisters, today I come before your presence to explain about idol worship. In this subject, many my friends ask me, what about idol worship? So make a message. So I am standing here for explaining, addressing about idol worship. मूर्ति पूजा के बारे में भाई भाई लोग, फ्रेंड लोग जो है पूछताछ कर रहा है, मूर्ति पूजा के बारे में आप क्या बोलता? तो मैंने मूर्ति पूजा के बारे में आज प्रचार करने के लिए विचार कर रहा हूं। Praise the Lord. മലയാളത്തിൽ വിഗ്രഹാരാധന പല സഹോദരന്മാർ, കൂട്ടുകാർ ചോദിപ്പാനിടയായി തീർന്നു. വിഗ്രഹാരാധനയെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? വിഗ്രഹാരാധനയെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നും. മുഹമ്മഡൻസ് ആണെങ്കിൽ അവർ വിഗ്രഹാരാധികളാണ്. കാരണം മക്കയിൽ അവർ ആരാധിക്കുന്നത് ദൈവത്തെ അല്ല, അവര് കറുത്ത ഒരു കല്ലിനെയാണ് ആരാധിക്കുന്നത്. मस्जिद करने के लिए जा रहा है और हाजिद क्या होता है? അവിടെ ചെന്ന് നോക്കണം അവരെന്താണ് അവിടെ കാണിക്കുന്നത്, മക്കയിൽ എന്താണ് അവർ കാണിക്കുന്നതെന്ന് അവിടെ ചെന്ന് നോക്കണം. അപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ളവർ ഞങ്ങൾ ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ഞങ്ങൾ വിഗ്രഹാരാധികളല്ല എന്ന് പറഞ്ഞു മനുഷ്യനെ കളിപ്പിക്കുന്ന കളിപ്പീര് ഇനി നടക്കുകയില്ല. അപ്പൊ ഹിന്ദുക്കളായിട്ടുള്ളവർക്കും മുസ്ലിങ്ങൾക്കായിട്ടുള്ളവർക്കും എൻ്റെ ഈ പ്രസംഗം ഒരു പക്ഷെങ്കില് പ്രയാസമായിട്ട് തോന്നിയേക്കും. ഞാൻ ഹിന്ദുക്കളെ തരം താഴ്ത്തിയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ തരം താഴ്ത്തിയോ പ്രസംഗിക്കാനല്ല, അല്ലെങ്കിൽ പ്രവചിക്കാനല്ല, പ്രസ്താവിക്കുവാനുമല്ല. ഞാൻ വേദപുസ്തകത്തിൽ, സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ സത്യമായ കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. മനസ്സിലാക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കണം. എന്നിട്ട് ദൈവവചനത്തിൽ, സത്യവേദ പുസ്തകം ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നവർ ആ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കണം. അതിനു വേണ്ടിയാണ്. സോ those are believing the Holy Bible is the word of God. So the Holy Bible must be in our life as a practical life. In our practical life, we need to follow the biblical standard, biblical statutes, biblical status, biblical standard
Hallelujah. Glory to God. Whether you are a priest, whether you are a nun, whether you are a brother, whether you are a cardinal, whether you are a pope or bishop or pope or matron, if you are thinking the Holy Bible is the Word of God, you need to follow the Holy Bible. Praise the Lord. Hallelujah. So, for that, you need to go to the Old Testament, the book of Judges, Deuteronomy. It is mentioning that fourth chapter, word 1, from 10th you can read that, 10th, 11th, 12th, 13, 14, 15, 16, 17, 18, 19. The Deuteronomy chapter 4, these words आप लोग पढ़ना है. वहां परमेश्वर सर्वशक्त मैं कोशिश कर रहा हूं हिंदी में उनका लफ्ज भगवान in English Almighty God, in Malayalam സർവശക്തനായ ദൈവം. ഈ സർവശക്തനായ ദൈവം ഓരോ പർവ്വതത്തിൽ വന്ന് നിന്നുകൊണ്ട് മോശയോട് പറയുവാണ്. അപ്പോൾ മോശയോട് ജനങ്ങൾ പറയാണ്, നിന്റെ ദൈവത്തെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം, നിന്റെ ദൈവത്തിന്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണം എന്ന് മോശയോട് അവലാതിപ്പെട്ടു. അങ്ങനെ അവലാതിപ്പെട്ട സമയത്ത് ദൈവം മോശയോട് കൽപ്പിച്ചു, ഈ ജനത്തോട് സംസാരിക്കുക, അവർ പർവ്വതത്തിന് താഴെ വരാൻ പറയുക. എന്നാൽ പർവ്വതത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ പുരുഷന്മാർ മാത്രമേ വരാവൂ. ആ പുരുഷന്മാർ 3 ദിവസം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. മനസ്സിലായോ? ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതായ പഴയ നിയമത്തിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യത്തിലും സ്ത്രീകളെ അകറ്റി നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. ദൈവം തമ്പുരാൻ മനുഷ്യനോട് സംസാരിച്ചതൊക്കെ പുരുഷന്മാരിൽ കൂടെയാണ്. ആ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്താനൊട്ടുള്ളതായ നിയോഗങ്ങളും ആലോചനകളും ഒക്കെ കൊടുത്തിരിക്കുന്നതും പുരുഷന്മാരിൽ കൂടെയാണ്. ഇത് എന്താണ് അങ്ങനെ കാരണം വരാൻ കാരണം? ആദാമിന് കൊടുത്തതായ തുണ പാപത്തിലേക്ക് പുരുഷനെ വലിച്ചിട്ടു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേ ആ സംഭവത്തെ കുറിച്ച് പിന്നീട് വലുതായിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും വിശുദ്ധമായ ഒരു കാര്യം നടത്താൻ ദൈവം പുരുഷന്മാരെ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. അത് തന്നെയാണ് ദൈവത്തിന്റെ സഭയിലും നടത്തിയത്.
ദൈവം അയച്ചവനായ യേശു ശിഷ്യന്മാരായിട്ട് വിളിച്ച് വേർതിരിച്ചത് പുരുഷന്മാരെയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. അതുപോലെ തന്നെ സഭയുടെ ചട്ടങ്ങളും കാര്യങ്ങളും അപ്പോസ്തല പ്രവൃത്തിയിൽ കൊടുത്തിട്ടുള്ളതും पुरुषन्मार्कान. सो परमेश्वर जो पवित्र बातों के बारे में और राजनीति के बारे में कुछ हुक्म दिया है और सारे पुरुष लोगों को दिया है. नया नियम में जब आएगा, नया नियम में ये लिखा है कि जब परमेश्वर का सभा कलीसिया के बारे में जो हुकूमत दिया गया है पुरुष लोगों को दिया है, औरत लोगों को नहीं दिया. लेकिन यीशु मसीह औरत के जरिए से आया, क्योंकि यीशु मसीह जो उनका असली जन्म हुआ है बरशेबा से, तो उसका मतलब दो प्रकार की जन्म नो, स्पेशल जन्म से उसके लिए बोलता है इकलौते पुत्र. इकलौता पुत्र इन ग्रीक में उनका लफ्ज़ है मेनोनी, मलयालम में स्पेशल बर्थ लेकर आया. ഒരു പ്രത്യേക ജന്മത്താൽ ജനിച്ച ഒരു വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ല ദൈവപുത്രൻ എന്നല്ല. അപ്പൊ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. और यीशु मसीह को परमेश्वर का पुत्र कहलाया जाएंगे. असली वो परमेश्वर का पुत्र नहीं है कि वो दाऊद की संतान है. प्रेज़ द लॉर्ड. दाऊद की संतान जो बेरशेबा से पहले मिला वो बच्चा परिच्छेदना के सर्कमसाइजेशन का पहले मर गया, तो 8 दिन के पहले वो मर गया. उस कारण से वो पाप करने को मौका उनको नहीं हुआ. तो इस प्रकार यीशु मसीह जो बेरशेबा से आया हुआ सोलोमन का बड़े भाई है. प्रेज़ द लॉर्ड. वो मर गया. फरिश्ते लोगों ने उनको लेकर परमेश्वर का गोद में लेकर रखा. वहां 1000 साल वहां बैठे. वहां गोश्त होकर गया. मैंने जीन्स नहीं है, नहीं तो बच्चे नहीं है, बल्कि गोश्त जो जस्ट लाइक सोल. जब सोल जो है शरीर से मौत के बाद उनको बोलता है गोश्त, तो पाक रूह, तो उसको परमेश्वर पवित्र करके मरियम के गर्भधार में डाला. उसको बोलता है गब्रिएल फरिश्ता ने कहा है मरियम तुम डरो मत, तुम गर्भवती हो जाएगा और एक लड़का बच्चा पैदा हो जाएंगे, उनके नाम तो यीशु रखना, क्योंकि उनका लोगों का पाप का मुक्ति देने के लिए वो उसका नाम यीशु रख दिया जाएगा. तो so my dear brothers, our Lord Christ Messiah is the son of the David through the Beersheba, the first son of David. He died before the date of the circumcision. Then the circumcision should be the 8th day of the birth. But before the circumcised date, he passed away. He became sick, and God sent the Nabuvi
नबूवत करने वाला नादान नबूवत को भेजा है और बताया है वो लड़का मर जाएंगे, और उस लड़का मर गया। उनका गोश्त परमेश्वर का फरिश्ते लो, जैसा लासर के गोश्त परमेश्वर का अब्राहम के गोद में लेकर रखा है, उसी प्रकार उस गोश्त को लेके रखा। ये बोलने से पहले मैंने ये थोड़ा शुरू से मैं बोल दूं, जो ड्यूटोनॉमी से मैंने कहा है ना, 4 अध्याय की 10, 11, 12 जो आयतें मैंने आपको बताया गया है, और एक बार बताएंगे तो जेम्स की हालेलुया। So Deuteronomy chapter 4 verse 10, 11, 12, 13, 14, 15, 16, 17, 18, 19. In this word, Bible said, so in this word mentioning, when the people of Jew went to the valley of the Horeb full of fire and cloud, and God Almighty stand in the fire and spoken to them very clearly, very authentically, very remarkable way. Do not make any image of man or woman. Do not make any image of fish or animal which is walking upon the earth and living in the water. And do not make any fowl from the air as a god. And don't worship that image. Very clearly in the Deuteronomy it is mentioned. It is in the Roman Catholic's Bible. But the Pope and Cardinal that stopped to reading the ordinary members of the Roman Catholics. That is the reason 1992 the Roman Catholics, they are not given, 1962, the Roman Catholic has not given any freedom to read the Holy Bible for laymen of the Roman Catholics. So the Roman Catholic people, they never known about making images and worshipping. Now you look at all the Roman Catholics, they making image and saying this is Christ and this is Maryam and this is child Jesus and Joseph and this is angels and this is holy people, mothers, nuns. How much almighty ugly way they are making image and worshipping in the churches
just like Hindu and Muslim. It's very sad. Very sad. So image worshipping, Christian law, breaking the commandment of the Almighty God. So, मेरे प्रियो, परमेश्वर ने यहूदी लोगों को होरेब पर्वत के नीचे बुलाए, जो उनके पुरुष लोगों को, और उनसे बातें की और कह रहे हैं तुम्हारे जिंदगी में अन्य जाति के लोगों के जरिए से कोई मूर्ति नहीं बनाना, पानी का मछली और आसमान में जो पक्षी और जमीन में जो 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 मृग जानवर, उनका कोई औरत कोई मर्द, कोई आदमी का मूर्ति को नहीं बनाए और उनको पूजा मत करो। ये पक्का लिखा है ड्यूटोनॉमी चैप्टर 4 from 10, 11, 12, 13, 14, 15, 16, 17, 18, 19, आप जाकर पढ़िए। तो എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തീയ വിശ്വാസികളെ, നീ വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ദൈവം നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന യഹൂദന്മാരോട്, അബ്രഹാമിന്റെ സന്താനങ്ങളോട് അവർ മിസ്രൈമിൽ നിന്ന് കടന്നു വന്നപ്പോൾ ആദ്യമായിട്ട് അവരോട് പറയുന്ന, അവരെല്ലാവരെയും പുരുഷന്മാരെ എല്ലാവരെയും വിളിച്ചിട്ട് അവരോട് പറയുന്ന ഒരു വിഷയമാണിത്. നിങ്ങൾ വെള്ളത്തിലെ മത്സ്യത്തെയോ ആകാശത്തിലെ പറവയോ ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു പ്രകാരത്തിലുള്ള ജന്തുവിനെയോ മനുഷ്യനെ പുരുഷനെയോ സ്ത്രീയോ ഒരു വിഗ്രഹമായിട്ടുണ്ടാക്കി അതിനെ ആരാധിക്കരുതേ എന്ന് ദൈവം തമ്പുരാൻ ശക്തമായ രീതിയിൽ കൽപ്പന തന്നിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, റോമൻ കത്തോലിക്ക സഹോദര, റോമൻ കത്തോലിക്ക സഹോദരി, നീ ദൈവത്തെയാണോ ആരാധിക്കുന്നത് അതോ സാത്താനെയാണോ ആരാധിക്കുന്നത്? ദൈവത്തെയാണോ ആരാധിക്കുന്നത് അതോ സാത്താനെയാണോ ആരാധിക്കുന്നത്? വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ഇത് യേശുവിൻ്റെ വിഗ്രഹമാണ്, ഇത് യേശുവിൻ്റെ ഫോട്ടോയാണ്, ഇത് മറിയയുടെ ഫോട്ടോ ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കി? ആര് പറഞ്ഞു നിന്നോട് ഇത് ഉണ്ടാക്കാൻ? ദൈവത്തെ ആരാധിക്കുവാണെങ്കിൽ ദൈവം തമ്പുരാൻ കൽപ്പിച്ചതുപോലെ വചനപ്രകാരമായിരിക്കണം. അപ്പോൾ ഞാനിത് 3 ഭാഷയിലാണ് ഈ പ്രബന്ധം, ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അത് വളരെ ശ്രദ്ധിച്ച് വായിക്കണം. ഇത് മൂർത്തി പൂജ അല്ലെങ്കിൽ ഐഡൽ വർഷിപ്പ് എന്നുള്ള സബ്ജക്റ്റാണ് ഇതിൻ്റെ ഹെഡിങ്. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യും. പിന്നീട് നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുതിയ നിയമത്തിൽ പിന്നെ യേശു പറയുവാണ്, നിങ്ങൾ എന്നെ വിശ്വസിപ്പി, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യൂ, എന്നെ അനുഗമിപ്പി. കർത്താവായ യേശു പല 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 പ്രാവശ്യം പല പ്രാവശ്യം കർത്താവായ യേശു ക്രിസ്തു
തൻ്റെ പ്രസംഗ മധ്യത്തിലും താൻ പഠിപ്പിക്കുമ്പോഴും ഒക്കെ പറയണം, നിങ്ങൾ എന്നെ വിശ്വസിപ്പി, നിങ്ങൾ എന്നെ വിശ്വസിപ്പി, നിങ്ങൾ എന്നെ അനുഗമിപ്പി. അതെന്താ യേശു അങ്ങനെ നിർബന്ധിച്ച്? യേശു ദൈവമാണെങ്കിൽ അങ്ങനെ നിർബന്ധിക്കണോ? യേശു ദൈവമാണെങ്കിൽ അങ്ങനെ നിർബന്ധിക്കണോ? നിങ്ങൾ എന്നെ വിശ്വസിപ്പീൻ, ഞാൻ ഒരുത്തൻ മാത്രമേ ദൈവത്തെ കണ്ടിട്ടുള്ളൂ, എന്നെ നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ് സ്വർഗസ്ഥനായ ദൈവം. ആ ദൈവം ഒരുത്തനാണ്, ഒരുവൻ മാത്രം. നിങ്ങൾ ഞാൻ ഈ പറയുന്ന വിശ്വസിപ്പീൻ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുവീൻ എന്ന് യേശു ആത്മാർത്ഥമായിട്ട് നമ്മളോട് പറഞ്ഞതാണ്. അതാണ് പുതിയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നതായ വിഷയങ്ങൾ. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ അതുപോലെ നമ്മൾ പഠിക്കുകയും അതുപോലെ വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ രക്ഷ നമുക്കുണ്ടാകൂ. जैसा नया नियम में लिखा है उसी प्रकार हम विश्वास करना है, पढ़ना चाहिए, चिंता करना है. ये क्या है? यीशु ने कहा मुझ पर विश्वास करो, बार 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 उसने कहा है. क्या यीशु मसीह जो बोला है उसी प्रकार तुम्हें नहीं कर सकते हो? अगर तुम मसीह है बोलने से क्या है मतलब? मसीह को फॉलो करना, मसीह के पीछे चलना, यही तो है ना. जब मसीह के पीछे चलना है तो मूर्ति को बना के उनके ऊपर दंडवत करना क्या बात होगा? फिर हिंदू और मुस्लिम से क्या फर्क है तुम्हारा? बाबू, बहन, माँ जी, पिताजी, थोड़ा सोचना है, सोच लीजिए. अभी तुम नहीं सोचे तो मौत के बाद तुम सोचेगा. अभी अगर तुम नहीं कमाते, मरने के बाद तुम कमाएंगे. तो समझने के लिए अभी है वो मौका. तुम समझो, മനസ്സിലാകാൻ ഇപ്പോഴാണ് സമയം. മരിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലാക്കാൻ ഒക്കുവോ? മരിച്ചു കഴിഞ്ഞിട്ട് സമ്പാദിക്കാൻ ഒക്കുവോ? ഇന്ന് സമ്പാദിക്കാൻ എന്നെ കൊണ്ട് കഴിയും. യേശു പറഞ്ഞതുപോലെ നീ വിശ്വസിക്കുക, യേശു പറഞ്ഞതുപോലെ നീ ആചരിക്കുക. യേശു പറഞ്ഞു പിതാവായ ദൈവത്തെ ആരാധിപ്പാൻ പറഞ്ഞു, യേശുവിനെ ആരാധിപ്പാൻ പറഞ്ഞില്ല. യേശു ദൈവമാണെന്ന് യേശു പറഞ്ഞില്ല. നിങ്ങൾ ഉണ്ടാക്കി പറയുന്ന ഈ വാഞ്ചന, യേശു ഏകത്വത്തിൽ തൃത്വവും, തൃത്വത്തിൽ ഏകത്വവും, പിന്നെ യേശുവിൽ തന്നെ എല്ലാം ദൈവത്വവും എന്നും പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന കള്ളത്തരം, വഞ്ചന നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ശാപം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും ശാപം വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ വായിച്ചു നോക്കണം കേട്ടോ. യോഹന്നാൻ की सुसमाचार 14 अध्याय का 7 में लेकर 11 तक, फिलिपियों की का 2 अध्याय की 5 से लेकर 11 तक. आप लोग मेहरबानी से
पढ़कर देखिए। Praise the Lord. So, यीशु मसीह ने पब्लिकली बोला है, मुझ पर बिलीव करो, मुझ पर बिलीव करो, मुझ पर बिलीव करो। हालेलुया। Lord Christ Messiah publicly said, believe me, believe on me, follow me, follow me. Hallelujah. So, John, Gospel of John, chapter 10, verse 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39. प्रेज़ द लॉर्ड। यह हिंदी में आप पढ़ गए और മലയാളത്തിൽ നിങ്ങൾ വായിച്ച് പഠിച്ചാട്ടെ। प्रेज़ द लॉर्ड। तो यीशु मसीह के जन्म के बारे में हमने बड़ा अच्छी तरह देखा है। तो यीशु ने कहा, यीशु का जन्म मत्ती का सुसमाचार पहले अध्याय की पहले आयत में लिखा है, यीशु मसीह दाऊद की संतान है। മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു ദാവീദിന്റെ പുത്രനാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലയോ? So, when you see the chapter 1, Gospel of Matthew, chapter 1, verse 1, it is mentioning that Christ Messiah is the son of the David. Is it wrong or is it lie? What I am saying is any wrong, you can ask me. You can ask me, can you able to change that? The word from the New Testament, Gospel according John chapter 1 verse 1 is mentioning Christ Messiah is the son of the David. Or in the Luke chapter 1 from 30 is mentioning God will give his a throne of his father David. So Matthew is saying David is the father of Christ Messiah. And the Luke saying that God will give the throne of David, his father David, throne to him. And it's mentioning that he is going to save his people. What do you mean the saving his people? Though Christ Messiah was not the ordinary person. He was the prince. Prince means the child of the king. Child of the king. That's why the God commanded through the Gabriel, and he is going to save his people. So prince have a people because his father is king. When the kingdom showing, how the kingdom showing?
So the people was with them, so kingdom is there. So Christ Messiah was the prince of the family of the David and the direct son of the David. यीशु मसीहा दाऊद राजा का डायरेक्ट बच्चा है, लेकिन 1000 के साल के बाद ये बच्चा कैसा मरियम का गर्भ में आ गया। मरियम के गर्भ में बच्चा नहीं आया, गोस्ट आया। गोस्ट समझना चाहिए, गोस्ट आया। वो गोस्ट को परमेश्वर होली करके भेजा, तो उसके लिए किंग जेम्स वर्जन बाइबल में जब आप पढ़ते हैं उसको होली गोस्ट बना कर रखा। होली स्पिरिट नहीं है। होली स्पिरिट जो वर्ड बदला दिया रोमन कैथोलिक को पीपल quickly they made a trinity. Trinity is the pagan conception. Trinity is the pagan system from the Babel Tower. The Babylonians are practiced and the Babylonians are served after the Trinity. Medo-Persians, Greeks and Romans. Now the Roman Catholics are following. Jacobites are following. Marthamites are following. The Roman system of pagan system of Trinity is a devilish and one. Jesus only, that also the devilish. So you get out from the cult, and you get out from the cult of the image worship if you are a Christian. You cannot worship. You cannot worship God made us any image. God never allowed that. God never allowed that you may worship image. In any way. तो ദൈവം മനുഷ്യനെ വിഗ്രഹം ഉണ്ടാക്കാൻ അനുവദിച്ചിട്ടില്ല ആരാധനയ്ക്കായിട്ട്. ഭൂമിയിൽ വെള്ളത്തിലെങ്കിലോ ആകാശത്തിലെങ്കിലോ ഭൂമിയിലെങ്കിലോ ജീവിക്കുന്ന ഒരു ജീവിയെയും അതിന്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. പിന്നെ ഒരു പുരുഷനെയോ ഒരു സ്ത്രീയോ വിഗ്രഹം ഉണ്ടാക്കി അതിനെ ദൈവമായിട്ട് അല്ലാതെയും വണങ്ങരുത്, ആരാധിക്കരുത് എന്ന് നല്ല വ്യക്തമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ നിന്റെ ബൈബിളിനകത്ത് എഴുതിയിട്ടില്ലേ? നീ ഒരു ക്രിസ്ത്യാനിയല്ലേ? നീ ഒരു ക്രിസ്ത്യാനി ആണോടോ? നീ ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ പള്ളിയുടെ മധുവായിക്കകത്ത് വലിയ മൂട്ടൻ 10 അടി നീളത്തിൽ 20 അടി നീളത്തിൽ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കാലേ ചെന്ന് ചുംബിക്കുക എന്ന് പറഞ്ഞ് എത്ര മോശമായ പണികളാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്നിട്ട് റോമൻ കത്തോലിക്കാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുമല്ലേ, യാക്കോബക്കാരനാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുമല്ലയോ, മാർത്തോമക്കാരനാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുമല്ലയോ വിഗ്രഹാരാധി. ദൈവം നിന്നെ വെറുതെ വിടത്തില്ല. ദൈവം നിന്നെ വെറുതെ വിടത്തില്ല. ഇതിനെല്ലാം പഴകൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചു, അടക്കപ്പെട്ടു,
മൂന്നാം ദിവസം പിതാവായ ദൈവം കടന്നു വന്നു, ഉയർപ്പിച്ചു. യേശു മഗ്ദല മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം താൻ പിതാവിന്റെ അരിക്കൽ കടന്നു പോയിട്ട് ശിഷ്യന്മാരുടെ അരിക്കൽ എല്ലാവരും കൂടെ കഥ അടച്ചു കൂട്ടിയിരുന്നെടുത്ത് അതിനാ ഉള്ളി കയറിയിട്ട് നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ മരിച്ചു കഴിഞ്ഞ രൂപാന്തരമുണ്ട് എന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു. മരണം കഴിഞ്ഞ് നമുക്കൊരു ജീവിതമുണ്ട് എന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു കേട്ടോ. ഇത് ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ താന്തോന്യമായ കൺസെപ്ഷൻ അല്ല. യേശു ജീവിച്ചു കാണിച്ചു. മരിച്ചു കഴിഞ്ഞാലും ജീവനുണ്ട്, ജീവിതമുണ്ട് എന്ന് യേശു തൻ്റെ ജീവിതത്തിൽ കൂടെ കാണിച്ചു കൊടുത്തു. ഉൾമുറിയിൽ കടന്ന് ചെന്നിട്ട് പറയും, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട, ഞാനൊരു ആത്മാവല്ല. അപ്പൊ യേശു ആത്മാവല്ലെന്ന്, ഗോസ്റ്റ് ആയിരുന്നു, ഗോസ്റ്റ്, ഹോളി ഗോസ്റ്റ്, പ്രാണൻ. Hallelujah. Pantilura kamatas. Istram Lord. Glory to God. ദൈവത്തെ മാനിക്കേണ്ടതുപോലെ മാനിക്കണം കേട്ടോ. ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണം. അതാണ് യേശു പഠിപ്പിച്ചത്. ഞാൻ ഒരുത്തൻ മാത്രമേ ദൈവത്തെ കണ്ടിട്ടുള്ളൂ എന്നാണ് യഹൂദന്മാരോട് പറഞ്ഞത്. അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നെ പോലെ തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് എന്ന് പറഞ്ഞാൽ എന്നെ നോക്കുന്നത് പോലാണ് പിതാവായ ദൈവം എന്നാണ് യേശു പറഞ്ഞങ്ങോട്ട് പഠിപ്പിച്ചത്. അത് യഹൂദന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞത് ഒന്നും മാനുഷികമായിട്ടുള്ളതല്ലായിരുന്നു. യേശു പറഞ്ഞതെല്ലാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു വിഷയവും സ്വയമായിട്ടോ സ്വന്തം അപ്പനെ കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഈ ലോകത്തെക്കുറിച്ചോ ലോകരാജ്യങ്ങളെ കുറിച്ചോ യേശു പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ യേശു എന്തെങ്കിലും സ്വന്തമായിട്ട് പറഞ്ഞു? യേശു പറഞ്ഞത് ഞാൻ ഈ പറയുന്നതൊക്കെ ഇതെൻ്റേതല്ല. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ, ഞാൻ ഈ രോഗികളെ സൗഖ്യമാക്കിയത്, ഭൂതങ്ങളെ പുറത്താക്കുന്നത്, ഇതൊന്നും ഇതെൻ്റേതല്ല. പിന്നെ എൻ്റെ പിതാവാണിത് ചെയ്യുന്നത്. അപ്പൊ യേശു സ്വയമായിട്ടൊന്നും ചെയ്തില്ല. യേശു സ്വയമായിട്ടൊരു വാക്ക് പറഞ്ഞില്ല. 3.5 വർഷക്കാലം താൻ പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, വെള്ളത്തിൻ്റെ മേളിൽ കൂടെ നടന്നു, മരിച്ചവരെ ഉയർപ്പിച്ചു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. എന്നിട്ട് പറയാണ്, ഇതൊന്നും ഞാനല്ല ചെയ്തത്, ഇതെല്ലാം എൻ്റെ പിതാവായ സ്വർഗസ്ഥനായ പിതാവാണ്. അവിടെ യേശു സ്വർഗസ്ഥനായ പിതാവെന്ന് കൊടുക്കാനുള്ള കാര്യം എന്നാ? പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. സ്വർഗസ്ഥനായ പിതാവെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഭൂമിയിൽ തനിക്കൊരു പിതാവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. प्रभु परमेश्वर ने कहा आसमानी बाप, क्यों उसने कहा है, इसका कारण आसमान में उनका पिताजी, तो उसका मतलब जमीन में उनके लिए पिताजी है. Why Christ Messiah said the heavenly Father, that means he have a father in the earth. That's why they use the word heavenly Father. Remember this. Glory to God. So, my beloved brothers, so if you do the idol worship, that means you are out of
from the kingdom of God. When you making image worshipping, that means you are worshipping to the devil. You are worshipping to the devil. God, Almighty God, when the children of Abraham, that means the Israel come from the Misraim, they passed the Dead Sea. Then they come the mountains. The mountain's name is Horeb. In that Horeb, the Israel people asked to Moses, we need to see your God. So Moses requested to God, and God made a time, and he commanded in this way. Okay, you tell the people 3 days they do not touch the woman. The only man come in the valley of the Horeb. So when they came, according the doctrine of God, doctrine means you cannot touch the woman in 3 days. That means just like fasting life. So they are become holy, untouched woman in 3 days. They went to the Horeb, and God commanded to them. That's why Deuteronomy chapter 4, word from 1 to 20, you go and read it. Praise the Lord. From there, the first introduction to the all Israel males, he commanding, do not make any graven images of the man or woman, or any fowls or fish, or any animals. And do not make and worship, and do not pray. Do not make any graven images. Is very strong commandment. God given strong statutes, strong commandment, order, given face to face. God, there is only one. Very strong order, commandment from God direct to the people. So I am telling, this is not the play. Christian people, it is not easy, the Christianity. You cannot make anything. You cannot go according your way. You cannot think according your thinkness. You cannot make anything as your own. But we need to we follow God's word of commandment. And strictly and authentically. What? Praise the Lord. मेरे प्रियों, आपका हाथ से
कोई बनावटी मूर्ति आपको नहीं बना सकते हैं, उनको पूजा नहीं कर सकता, ये नहीं कह सकता ये यीशु है, ये मेरी है और ये बच्चे हैं करके। और कोई जानवर का, कोई मछली का, कोई चिड़िया का, किसी वस्तुओं का कोई मूर्ति को बनाओ मत और उसको पूजा मत किया करो। ये परमेश्वर सीधा साधा आंखों से मिलकर फेस टू फेस कहा है। ये बहुत बड़ा, अगर मूर्ति को बनाएगा तो नाश हो जाएगा, सत्यानाश होते जाएगा, तुम आशीष नहीं पाएगा, ऐसा लिखा है बाइबल। प्रेज़ द लॉर्ड। जब यीशु मसीह के समय पर उन्होंने लोगों ने जुपिटर को और मरकुरी गॉडेस का मूर्ति बनाकर उनको पूजा करते थे, बलिदान चढ़ाते थे, तो बरनबास और पौल जो प्रीच करने के लिए गया, उन लोगों ने बाइल को लेकर आया और बलिदान चढ़ाया, और इन्होंने जाकर कहा ये बाइलो ऐसा मत करो। तो when Barnabas and Paul went to the preaching, the people from Ephesus, Smyrna, Antioch, Hill, all this area, they are worship Jupiter and Mercury's goddess, and they made murti, they made statues, images, and they worship with sacrifice, and sacrifice with ox. So they called Barnabas Jupiter and Paul Mercury, and they sacrifice. So Paul and Barnabas, they broken their shirt and ran away in among them and stuff. Says, don't do this. Do not do this. You Roman Catholics, you are making image from where? From where, Roman Catholics? My fellow brethren, have you are making statues? In what way you are making? To whom? Your God. Is God commanded to make it? So who commanded this? Praise the Lord. Glory to God. My brothers and sisters, remember this very carefully. So, the word, Acts of Apostles, chapter 14, verse 12 to 18. 15, chapter 15, Acts of Apostles, chapter 15, verse 20 to 29. And 1 Corinthians, chapter 8, verse 2, 4, 5, 6, 7, 10.
some more words. 1 Corinthians chapter 6 verse 16-20. The 1 Corinthians chapter 3 verse 16 to 17. Galatians chapter 5 verse 18, 19, 20, 21. 2 Corinthians chapter 6 verse 16. And 1 Corinthians chapter 10 verse 14. Colossians chapter 3 verse 5. So you remember to read this. Please read this in the New Testament, very strongly mentioning to stop the idol worship. मैंने जो अंग्रेजी में प्रभु का वचन मैंने कहा है नया नियम में, आप लोग बड़ा ध्यान से इसको पढ़िए तो बड़ा जोरदार हुक्म दिया गया है कि नया नियम के अनुसार हमें कोई मूर्ति नहीं बना सकते हैं, कोई मूर्ति को आराधना नहीं कर सकता है, यीशु के नाम से नहीं बना सकते, परमेश्वर के नाम से नहीं बन सकते, कोई आदमी और औरत को नहीं बना सकते हैं, कोई जानवर, कोई मछली, कोई चिड़िया, किसी का भी मूर्ति नहीं बन सकता। और बड़ा धीरज के साथ मसीह भाई, अगर तुम मसीह हो, तुम इस बात को माने और सुने। हालेलुया। മലയാളി സഹോദരി സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾ റോമൻ കത്തോലിക്കരായേക്കാം, ഏത് കത്തോലിക്കനായിരുന്നാലും ശരി, റത്തിൻ കത്തോലിക്കരോ അല്ല സീറോ മലബാറോ, ആര് മൂർത്തിയെ ഉണ്ടാക്കുന്നോ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവൻ കള്ളനാണ്. ആര് മൂർത്തിയെ വണങ്ങുന്നുണ്ടോ, യേശുവാണെന്നും പറഞ്ഞ് യേശുവിന്റെ വിഗ്രഹം ഉണ്ടാക്കി നമസ്കരിക്കാന്ന് പറഞ്ഞവൻ കള്ളനാണ് എന്ന് പറഞ്ഞാൽ അവൻ തന്തയ്ക്ക് വെറുക്കാത്തവനാണെന്ന്. ഞാൻ തെറി പറഞ്ഞു ഇനിയും പറഞ്ഞു എന്റെ കൊങ്ങായിക്ക് പിടിക്കാൻ വരരുത്, വന്നാലും ഒരു കുഴപ്പമില്ല. ദൈവത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചെങ്കിൽ ആ വിഗ്രഹം ഉണ്ടാക്കാൻ നിനക്ക് അധികാരം ആരാണ് തന്നെ? അപ്പോൾ മനുഷ്യനെ കളിപ്പിക്കുകയല്ലയോ, മനുഷ്യനെ വഞ്ചിക്കുകയല്ലയോ? ഈ വചനങ്ങൾ ഞാൻ വായിച്ചതായ വചനങ്ങൾ അത് ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ബൈബിൾ എടുത്ത് വായിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് വിഗ്രഹാരാധന ചെയ്യരുത് എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകൾ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം. ഒരു വിഗ്രഹത്തെയും വണങ്ങരുത്, ഒരു ഫോട്ടോ പോലും വെക്കരുത്. വെച്ചാൽ നീ ശപിക്കപ്പെട്ടവനായിട്ട് മാറും. ദൈവം മുഖാമുഖമായിട്ട് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതാണ് വിഗ്രഹം ഉണ്ടാക്കരുത്. ആ ഇസ്രായേലിന്റെ രാജാവായിട്ട് വന്നവനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ പറയാണ് വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന്, വിഗ്രഹത്തെ നമസ്കരിക്കരുത് എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞതായ വാക്യങ്ങളൊന്നും പിഴവിടാതെ വായിച്ചു നോക്കുക. ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ വായിച്ചു നോക്കിയാട്ടെ. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. Almighty God may help you to understand what I am preaching. Let us pray. My Heavenly Father, I thank you, Lord, and praise you for thy mercy,
for endurething. Lord, you help these people, they may understand, get out from the image worship. സർവശക്തനായ ദൈവമേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, വിഗ്രഹാരാധന നിന്ന് അവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. खुदा बाप तेरे धन्य नाम की स्तुति और तारीफ हो। मूर्ति पूजे से लोगों को बचा लीजिए, मसीह यीशु की नाम से मांगते हैं। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കേൾക്കുമാറാകണമേ. Our Heavenly Father, in the name of the Christ, I pray to hear and listen. Amen. Hallelujah. God bless you.